ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സിനിമാ ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു വിവാഹമോചന വാർത്തയായിരുന്നു AR റഹ്മാന്റെയും ഭാര്യ സൈറ ബാനുവിൻ്റെയും. AR റഹ്മാൻ തീർത്ത പ്രണയഗാനങ്ങളെല്ലാം ഒരു നിമിഷം നിശ്ചലമാവുന്നത് പോലെയായിരുന്നു ഈ വാർത്തയ്ക്ക് ശേഷം ആരാധകർക്ക്. 3 പതിറ്റാണ്ട് കാലത്തോടെടുക്കുന്ന ദാമ്പത്യ ജീവിതമാണ് AR റഹ്മാനും ഭാര്യ സൈറ ബാനുവും അവസാനിപ്പിക്കാൻ പോകുന്നത്. AR റഹ്മാന്റെയും സൈറ ബാനുവിൻ്റെയും പ്രണയവിവാഹമായിരുന്നില്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. 30 വർഷങ്ങൾക്ക് മുൻപ് വിവാഹം കഴിക്കണമെന്ന സമ്മർദ്ദം നല്ല രീതിയിൽ വീട്ടിൽ നിന്നും ഉണ്ടായപ്പോഴാണ് ഒരു വിവാഹം കഴിച്ചേക്കാം എന്ന തീരുമാനം റഹ്മാൻ എടുത്തത്. എന്നാൽ മനസ്സിനുള്ളിലെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണിനെ കണ്ടെത്താൻ സമയമില്ലാതെ തൻ്റെ കരിയർ എത്തിപ്പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു റഹ്മാൻ. അങ്ങനെ മകന് പറ്റിയ പെണ്ണിനെ താൻ തന്നെ കണ്ടെത്താമെന്ന് ഉമ്മ മനസ്സിലുറപ്പിച്ചു. തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ പെൺകുട്ടി മതി എന്ന് മാത്രമായിരുന്നു റഹ്മാന്റെ ആവശ്യം. അങ്ങനെ റഹ്മാന്റെ ഉമ്മ കണ്ടെത്തി റഹ്മാന്റെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടി, സൈറ ബാനു. 1994 ചെന്നൈയിലെ ഒരു സൂഫി ആരാധനാലയത്തിൽ വെച്ചാണ് റഹ്മാൻ വേണ്ടി ഉമ്മയും പെങ്ങളും സൈറ ബാനുവിനെ കണ്ടെത്തിയത്. സത്യത്തിൽ സൈറ ബാനുവിൻ്റെ സഹോദരി മെഹ്റുന്നസിയെ കണ്ടിഷ്ടപ്പെട്ടാണ് റഹ്മാന്റെ ഉമ്മ പെണ്ണ് ചോദിച്ചു ചെന്നത്. പക്ഷേ മെഹ്റുവിന് മൂത്ത സഹോദരി ഉണ്ടെന്നും അവളുടെ വിവാഹത്തിന് ശേഷം മാത്രമേ മെഹ്റുവിനെ വിവാഹം ചെയ്യുമെന്ന് പെൺവീട്ടുകാർ പറഞ്ഞു. എങ്കിൽ മൂത്ത മകളെ കാണാമെന്ന് റഹ്മാന്റെ ഉമ്മയും പറഞ്ഞു. സൈറ ബാനുവിനെ കണ്ടപ്പോൾ തന്നെ ഉമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവൾ തന്നെ എൻ്റെ മകൻ്റെ ഭാര്യ എന്ന് ഉമ്മ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ റഹ്മാനും സൈറയെ കാണുവാൻ ചെന്നു. സൈറയുടെ സൗന്ദര്യവും സൗമ്യമായ പെരുമാറ്റവും റഹ്മാനെയും ആകർഷിച്ചു. രണ്ടുപേർക്കും ഇഷ്ടമായെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിവാഹത്തിലേക്ക് കടക്കാൻ. ഹിന്ദുവായിരുന്ന റഹ്മാൻ അച്ഛൻ്റെ മരണശേഷം സൂഫിസത്തിൽ അഭയം തേടി ഇസ്ലാം മതം സ്വീകരിച്ചതാണ്. എങ്കിലും അവരെ കൂട്ടിയോജിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചതുകൊണ്ട് തന്നെ എതിർപ്പുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് 1995 അവർ ഒന്നിച്ചു. റഹ്മാൻ അന്ന് 29 വയസ്സായിരുന്നു. ഒരു ഹിന്ദുവായിരുന്ന AR റഹ്മാൻ എങ്ങനെയാണ് ഒരു ഇസ്ലാം മത വിശ്വാസിയെ മാറിയത് എന്നുകൂടി അറിയണ്ടേ. ദിലീപ് കുമാർ എന്ന സാധാരണക്കാരൻ AR റഹ്മാൻ ആയതും ലോകം കീഴടക്കിയ സംഗീതജ്ഞനായതിനു പിന്നിലുമെല്ലാം മറ്റൊരു കഥ കൂടിയുണ്ട്. 1967 ജനുവരി 6 മദ്രാശിൽ സംഗീത സംവിധായകൻ RK ശേഖറിൻ്റെ മകനായിട്ടാണ് AR റഹ്മാൻ എന്ന ദിലീപ് കുമാറിൻ്റെ ജനനം. അമ്മ കസ്തൂരി. അച്ഛൻ്റെ കൂടെ മ്യൂസിക് കമ്പോസിഷന് പോകുമ്പോൾ കൂടെ പോകുമായിരുന്നു മകനും. അവിടെ ഇരുന്ന് കീബോർഡ് വായിക്കുന്ന കുട്ടിയെ എല്ലാവരും പ്രശംസിക്കുമായിരുന്നു. വലുതാവുമ്പോൾ ഇവനൊരു സംഗീതജ്ഞനാവുമെന്ന് പലരും അന്നു മുതലേ പ്രവചിച്ചിരുന്നു. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അച്ഛൻ മരണപ്പെട്ടത്. അപ്പോൾ ദിലീപ് കുമാറിന് 9 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. പിന്നീട് താളം തെറ്റിയ ജീവിതം. ഒരു സുപ്രഭാതത്തിൽ കുടുംബത്തിൻ്റെ നാഥൻ നഷ്ടപ്പെട്ടപ്പോൾ ജീവിതം ഇരുട്ടിലായിപ്പോയ അമ്മയും ചെറിയ കുട്ടികളും. നിത്യജീവിതത്തിനുള്ള വരുമാനം പോലും ഇല്ലാത്ത അവസ്ഥ. ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ അച്ഛൻ്റെ സംഗീത ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകി ചെലവ് കണ്ടെത്തി. അതും മതിയാകാതെ വന്നപ്പോൾ 11ാം വയസ്സിൽ അമ്മയെയും സഹോദരങ്ങളെയും നോക്കാൻ ദിലീപ് കുമാർ പല ജോലികളും ചെയ്യാൻ തുടങ്ങി. കുടുംബം നോക്കുന്നതിനിടയിൽ സ്കൂളിൽ പോകാൻ കഴിയാതെയുമായി. എന്നാൽ ടീച്ചർ അമ്മയെ വിളിപ്പിച്ചു. ഇനിയും ഭേദം മകനെ തെരുവിലേക്കിറക്കി പിച്ചതണ്ടനയച്ച് വരുമാനം ഉണ്ടാക്കുന്നതാണ് എന്ന് വരെ ടീച്ചർ അമ്മയോട് പറഞ്ഞു. പിന്നീട് ആ സ്കൂൾ മാറി മദ്രാസ് ക്രിസ്ത്യൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ചാണ് അവസാനിപ്പിച്ച സംഗീതം വീണ്ടും ദിലീപ് കുമാർ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം മ്യൂസിക് ബാൻഡ് തുടങ്ങി. പക്ഷേ ജീവിക്കാൻ അതൊന്നും മതിയായിരുന്നില്ല. പഠനവും സംഗീതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ദിലീപ് കുമാർ അമ്മയോട് പറഞ്ഞ് സംഗീത ലോകത്തേക്ക് മുഴുവനായി ഇറങ്ങി. അതിനുശേഷം ചെന്നൈ ആസ്ഥാനമാക്കി ഒരു മ്യൂസിക് ബാൻഡ് തുടങ്ങി. നെയിംസിസ് അവന്യൂ എന്ന പേരിലുള്ള മ്യൂസിക് ട്രൂപ്പ് ഉണ്ടായത് അങ്ങനെയാണ്. കീബോർഡ്, ഗിറ്റാർ, ഹാർമോണിയം, സിന്തസൈസർ, പിയാനോ ഇങ്ങനെയുള്ള സംഗീതോപകരണങ്ങൾ എല്ലാം മനോഹരമായി ഉപയോഗിക്കുമെങ്കിലും ദിലീപ് കുമാറിന് ഏറ്റവും ഇഷ്ടം സിന്തസൈസർ ആയിരുന്നു. സംഗീതത്തിൻ്റെയും ആധുനികതയുടെയും ഒരു ഒത്തുചേരലാണ് ഈ സിന്തസൈസർ എന്നാണ് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാസ്റ്റർ ധനരാജൻ്റെ കീഴിലായിരുന്നു ആദ്യം ദിലീപ് കുമാർ സംഗീതം പഠിച്ചത്. 11ാം വയസ്സിൽ അച്ഛൻ്റെ സുഹൃത്തായ മലയാളം മ്യൂസിക് കമ്പോസർ MJ അർജുൻ്റെ ഓർക്കസ്ട്ര ടീമിനൊപ്പം പ്രവർത്തിച്ചു. പിന്നീട് MS വിശ്വനാഥൻ, ഇളയരാജ തുടങ്ങിയ പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ കൂടെ പ്രവർത്തിക്കാനുള്ള അവസരവും ലഭിച്ചു. അതിനുശേഷമാണ് ലണ്ടനിലെ ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക്കിൽ പഠിക്കാൻ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് കിട്ടിയത്. അക്കാലത്ത് തന്നെ ഒരുപാട് സംഗീത സംവിധായകരുടെ അസിസ്റ്റന്റായും ദിലീപ് കുമാർ പ്രവർത്തിച്ചിരുന്നു. 23ാം വയസ്സിലാണ് ദിലീപ് കുമാർ ഹിന്ദുമതം വിട്ട് മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. കുടുംബത്തോടെയുള്ള മതം മാറ്റമായിരുന്നു അത്. അങ്ങനെ ദിലീപ് കുമാർ എന്ന പേര് മാറ്റി അള്ള റഗ റഹ്മാൻ എന്നും അമ്മയുടെ കസ്തൂരി എന്ന പേര് മാറ്റി കരീമ എന്നുമാക്കി. സംഗീത ലോകത്ത് പ്രശസ്തനാകുമ്പോഴേക്കും AR റഹ്മാൻ എന്ന പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. ദിലീപ് കുമാർ എന്ന പേര് പാടെ മാഞ്ഞു പോവുകയായിരുന്നു. 1992 റോജ എന്ന സിനിമയ്ക്ക് സംഗീതമൊരുക്കിക്കൊണ്ടാണ് സംഗീത സംവിധായകനായി മാറുന്നത്. ആദ്യ സംവിധാനത്തിലൂടെ തന്നെ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഒരു AR റഹ്മാൻ യുഗം തന്നെയായിരുന്നു. റഹ്മാൻ ചെയ്യുന്ന എല്ലാ പാട്ടുകളും വൻ ഹിറ്റുകളായിരുന്നു.
സിനിമ പൊട്ടിപ്പൊളിഞ്ഞാലും AR റഹ്മാന്റെ സംഗീതം മതിയായിരുന്നു ആ സിനിമയെ ഓർക്കാൻ. 2 ഓസ്കാറും 6 ദേശീയ പുരസ്കാരങ്ങളുമടക്കം 175ഓളം പുരസ്കാരങ്ങളാണ് റഹ്മാൻ നേടിയത്. അങ്ങനെ ഇന്ത്യൻ സിനിമ സംഗീത ലോകത്തിന്റെ മുടിചൂടാ മന്നനായി AR റഹ്മാൻ. ഒരു കാലത്ത് നിത്യജീവിതം നയിക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന സംഗീത സംവിധായകനായി മാറി. അദ്ദേഹത്തിന്റെ എല്ലാ ഉയർച്ചയിലും 30 വർഷമായി ഒരു നേൽ പോലെ കൂടെ നിൽക്കുകയായിരുന്നു സൈറ ബാനു. കഴിഞ്ഞ 15 വർഷത്തോളമായി സൈറ തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചാണ് അദ്ദേഹം പൊതുപരിപാടികളിലും സ്റ്റേജ് ഷോകളിലും പങ്കെടുത്തിരുന്നത്. അത് സൈറ ആസ്വദിച്ച് ചെയ്യുന്നതാണെന്ന് റഹ്മാൻ തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു. തൻ്റെ പ്രിയതമയെക്കുറിച്ച് എന്നും വളരെ പുകഴ്ത്തി മാത്രമേ അദ്ദേഹം ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. സൈറയും അങ്ങനെ തന്നെ. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടാകുമ്പോഴാണ് ഇരുവരും 2 വഴിക്ക് സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നത്. അടുക്കാനാകാത്ത വിധം അവർ അകന്നു കഴിഞ്ഞു എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് വിധിയുടെ വിളയാട്ടമാണ് എന്ന് പറയാം.